ഇവിടുത്തെ ഒരു സ്നോ ഡേ കണ്ടാലോ? ഈ കാണുന്നതാണ് സ്നോ ഡേയിലെ ആദ്യത്തെ കലാപരിപാടി, കാറ് വൃത്തിയാക്കൽ. കാറ് വൃത്തിയാക്കുന്നതെന്ന് പറയുന്നത് രണ്ട് കാര്യത്തിനാണ് കേട്ടോ. ഒന്നാമത്തത്, ഇവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും പ്രോപ്പറായിട്ട് കാറ് വൃത്തിയാക്കിയില്ലെങ്കിൽ. രണ്ടാമത്തത്, നമുക്കൊന്നും കാണാനും പറ്റത്തില്ല. കാരണം പലപ്പോഴും തലേ ദിവസത്തെ സ്നോ ആയിരിക്കും ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല ഫ്രീസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ഇളക്കാനായിട്ട് അത്യാവശ്യം നല്ല പണിപ്പെടേണ്ടി വരും. അപ്പോൾ നല്ല വിസിബിലിറ്റി ഒന്നും അത്രയും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം പതുക്കെ യാത്ര തുടർന്നു. അപ്പോൾ യാത്ര തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ സ്നോ വീഴാൻ തുടങ്ങി കേട്ടോ. ആക്ച്വലി ഞാൻ വളരെ റെയറായിട്ടാണ് ഈ സ്നോയിൽ വണ്ടി ഓടിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ സ്നോ എന്ന് പറയുന്നത് നോർമൽ എന്താ പറയുക വണ്ടി ഓടിക്കുന്ന പോലെ നല്ല ഡിഫറൻസ് ആണ്. ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ ടേൺ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സ്കിഡാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ സ്നോയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, എന്താ നല്ല കട്ടിക്കുള്ള സ്നോ ആണെങ്കിൽ വണ്ടി അനങ്ങത്തില്ല, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എല്ലാവരും വളരെ പതുക്കെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നതും എല്ലാവരും ലൈറ്റൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആരും എന്താ പറയുക, കൂടുതൽ ആൾക്കാരും സ്നോയിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം അത്ര സേഫും അല്ലല്ലോ, കാരണം സ്കിഡിങ്ങും സ്ലിപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട്, നമ്മൾ അധികം പോകണ്ടെന്ന് വിചാരിച്ചു, എന്തായാലും ഇറങ്ങിയതല്ലേ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. അപ്പം ഈ പോകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, കാണാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ലേക്ക്. അത് ആക്ച്വലി ഫ്രീസ്ഡായി കിടക്കട്ടെ. ആക്ച്വലി നമ്മൾ സമ്മറിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഭയങ്കര രസമുള്ളൊരു ലേക്കാണ് കേട്ടോ. പക്ഷേ സാരമില്ല, നമ്മുടെ സ്നോയിലും അതിന് വേറൊരു ഭംഗിയാണ്. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ പോകുന്ന സമയത്ത് ഒരു ഐലൻഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. കാരണം ഇങ്ങനെ ടേപ്പർ ചെയ്ത് രണ്ട് സൈഡിലും വെള്ളമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ദേ നോക്കിക്കേ, എന്ത് രസമുള്ളൊരു പള്ളി നോക്കിക്കേ. ആക്ച്വലി ഈ സ്നോ ടൈമിൽ ഈ പള്ളി കാണുന്നതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നോക്കി, നല്ല ഭംഗിയായിട്ടുള്ളൊരു പള്ളിയല്ലേ. ഞങ്ങൾ പിന്നെ ഇറങ്ങാനൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വീണ്ടും തിരിച്ചു വന്ന് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു റൗണ്ട് കൂടെ കണ്ടു. കാരണം പള്ളിയും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്നോ ഡേ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്.